അത് അങ്ങനത്തെ ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനുമായിട്ടൊരു ചർച്ചയും നടന്നിട്ടില്ല, എനിക്കറിയാവുന്ന ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല. ഇതെല്ലാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ്. അപ്പം അതിനകത്തൊരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാളാണല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഈ വാർത്തകളൊന്നും, നിങ്ങൾ ഈ പറയുന്ന വാർത്തകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത്തരം ഒരു ചർച്ചകൾ നടക്കുന്നതായിട്ട് എനിക്ക് ഒരു വിവരമില്ല. എനിക്കൊരു വിവരമില്ല. ഞാൻ അഥവാ എൻ്റെ അഭിപ്രായം, എനിക്ക് സംഘടനാപരമായ കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായമുള്ള ആളാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പം പറയും, നിങ്ങളോട് ഞാൻ പറയില്ല. സംഘടനാപരമായ ഒരു കാര്യങ്ങളും എൻ്റെ നാവിൽ നിന്ന് വരില്ല, സംഘടനാപരമായ കാര്യങ്ങൾ സംഘടനാപരമായിട്ടുള്ള അതിൻ്റേതായ വേദികളുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്. ഞാൻ അവിടെ പറയും. അത് സംഘടനാപരമായി ഞങ്ങളിത് നന്നായി തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പുകളൊക്കെയാണ്. ഒരു വലിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസും UDF-ഉം ശക്തിയാർജിച്ച് ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും നല്ല സമയമാണ് ഇല്ലേ. ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം വയനാട്ടിലുണ്ടായി. 4,10,000 വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചു. ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചു. നിങ്ങൾക്കറിയാമല്ലോ പാലക്കാട് എന്തെല്ലാമായിരുന്നു പ്രശ്നങ്ങൾ, എന്തെല്ലാം ബഹളമായിരുന്നു. ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. 39,600 വോട്ടിന് കെ രാധാകൃഷ്ണൻ ജയിച്ച സീറ്റിലാണ് അവരുടെ വിജയം 12,000-ലേക്ക് ഞങ്ങൾ ഒതുക്കിയത്. അതാണ് കോൺഗ്രസും എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു സംശയമില്ല. എന്ത് വിമർശനമാണ് ഒരു കാര്യം അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും. ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല. എനിക്കറിയില്ല ചർച്ച മാറേണ്ടതില്ല എന്നുള്ളതാണോ? ഞാൻ അത് നിങ്ങളോട് പറയില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എങ്ങനെ ഇവിടെ വന്നിട്ട് മാറണമെന്നും മാറണമെന്നും അതങ്ങനെ രാവിലെ എഴുന്നേറ്റ് മാധ്യമപ്രവർത്തകരാണോ ഒരു പാർട്ടിയിലുള്ള ആളുകൾ നമ്മളെ പോലത്തെ ഒരാൾ അഭിപ്രായം പറയുന്നത്? അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. VD സതീശനോ കെ സുധാകരനോ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് അംഗീകരിക്കുന്നവരല്ല കോൺഗ്രസ്. ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ചെറുപ്പക്കാർ വരെ ചോദിക്കും അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യമൊന്നും. അത് ഇത് CPM പോലത്തെ ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. കോൺഗ്രസിലുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ നന്നായി നടക്കും. എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ പാർട്ടിയിലുണ്ടാവും. പാർട്ടി കമ്മിറ്റികൾ കൃത്യമായിട്ട് യോഗം ചേരും, UDF കൃത്യമായിട്ട് യോഗം ചേരും. അവിടെ എല്ലാവരുടെയും അഭിപ്രായം പറയും. എല്ലാം സംഘടനയ്ക്കുള്ളിൽ പറയുന്നു. അപ്പോൾ ഈ യുവ നേതാക്കൾ ചിലർ അവരുടെ പരാതിയൊക്കെ പരസ്യമായിട്ട് പറയുന്നു. നോ കമന്റ്സ് അവരൊന്നും അല്ലല്ല. അതൊന്നും ഞാൻ അതിലെ ശരി തെറ്റ് അന്വേഷിച്ചു പോകുന്ന ആളല്ല. അത് എൻ്റെ ചുമതലയല്ല. അത് സംഘടനാപരമായി അത് KPCC പ്രസിഡന്റും AICC നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. എൻ്റെ മിഷൻ വേറെയാണ്.